ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർവേ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. സർവേ എഞ്ചിനീയറിംഗിൽ സാധാരണ ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ചെറിയ ഒരു ലെസൺ ആണ്, അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the least count of transit theodolites. ഇപ്പോൾ ലീസ്റ്റ് കൗണ്ടുകളൊക്കെ കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. ലീസ്റ്റ് കൗണ്ട് ഓഫ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. ഓക്കെ, 20 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ സ്റ്റാഫ് ലെവലിൻ്റെ ആണെങ്കിൽ ഇറ്റ് ഈസ് 5 mm ആണ്. ലെവലിംഗ് സ്റ്റാഫിൻ്റെ 5 mm ആണ്. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, the kind of survey work in which curvature of earth is ignored. കർവേച്ചർ ഓഫ് എർത്ത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് ഏത് സർവേ വർക്കിലാണ്? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഏരിയൽ സർവേ, ജിയോളജിക്കൽ സർവേ, ജിയോഡറ്റിക് സർവേ, പ്ലെയിൻ സർവേ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്ലെയിൻ സർവേ ആണ്. പ്ലെയിൻ സർവേയിൽ നമ്മൾ എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഏരിയൽ സർവേ, ജിയോളജിക്കൽ സർവേ ആൻഡ് ജിയോഡറ്റിക് സർവേ എന്ന് നമുക്ക് നോക്കാം. ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സർവേ ആണ്. ജിയോളജിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജിയോളജിക്കൽ മാപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജിയോളജിക്കൽ മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സർവേ ആണ് ജിയോളജിക്കൽ സർവേ. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് മൈൻ സർവേ. നമ്മൾ അവൈലബിലിറ്റി ഓഫ് മെറ്റൽസ് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് മൈൻ സർവേ. അപ്പോൾ അതുപോലെ തന്നെ ഏരിയൽ സർവേ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫി വെച്ചിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഏരിയൽ സർവേ എന്ന് പറയുന്നത്. ആൻഡ് ജിയോഡറ്റിക് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിന്റെ കർവേച്ചറും കൂടെ കൺസിഡർ ചെയ്തിട്ട് ആൻഡ് ഇൻ വിച്ച് കറക്ഷൻസ് ആർ മെയ്ഡ് ഫോർ ദ കർവേച്ചർ ഓഫ് എർത്ത് സർഫസ്, അതിനെയാണ് നമ്മൾ ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത്. എർത്ത് സർഫസിന്റെ കർവേച്ചറിനുള്ള കറക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സർവേ ആണ് ജിയോഡറ്റിക് സർവേ. ആൻഡ് വേറെ പ്ലെയിൻ സർവേ എന്ന് പറയുമ്പോൾ എർത്തിന്റെ കർവേച്ചർ നമ്മൾ ഒരിക്കലും അതിൽ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ അതാണ് പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, നൗ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ദ ലെങ്ത് ഓഫ് വൺ ലിങ്ക് ഇൻ 30 മീറ്റർ ചെയിൻ. IS അനുസരിച്ചിട്ട് 1 ലിങ്ക് 30 മീറ്റർ ചെയിനിലെ 1 ലിങ്ക് എത്രയാണ്? അപ്പോൾ അത് 20 സെന്റിമീറ്റർ. ചില സമയത്ത് അത് 0.2 മീറ്റർ എന്ന് തരാറുണ്ട്. അപ്പോൾ 0.2 മീറ്റർ ആയിരിക്കും. ഇവിടെ 20 സെന്റിമീറ്റേഴ്സിലാണ് തന്നിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് 20 സെന്റിമീറ്റർ. Now the next question. Example for an obstacle that obstruct both chaining and ranging. ചെയിനിങ്ങും റേഞ്ചിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഏതൊരു കേസിലാണ്? ഇപ്പോൾ റിവറും ലൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് റേഞ്ചിങ് ചെയ്യാൻ പറ്റും, ചെയിനിങ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. ഹില്ലോക്കിലാണെങ്കിൽ നമുക്ക് ചെയിനിങ് ചെയ്യാൻ പറ്റും, റൈസ് ആൻഡ് ഫോൾ മെത്തേഡൊക്കെ വെച്ചിട്ട്. പക്ഷെ ബിൽഡിംഗ് വരുന്ന കേസിൽ നമുക്ക് ചെയിനിങ്ങും ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ റേഞ്ചിങ്ങും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗിൾ. ജിയോഡിമീറ്റർ തന്നിട്ടുണ്ട്, ടെല്ലുറോമീറ്റർ, സെക്സ്റ്റന്റ്, ടെലിസ്കോപ്പ്. അപ്പോൾ മെഷറിംഗ് ആംഗിൾസിന് നമ്മൾ ഉപയോഗിക്കുന്നത് സെക്സ്റ്റന്റ് ആണ്. അപ്പോൾ എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് നോക്കാം. ജിയോഡിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേസർ വെച്ചിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് മെഷർ ചെയ്യാണ്, അതാണ് ജിയോഡിമീറ്റർ. ആൻഡ് ടെല്ലുറോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ 30 മൈൽസ് എബോവ് ഉള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് ടെല്ലുറോമീറ്റർ. ജിയോഡിമീറ്റർ നമ്മൾ 2 പോയിന്റ്സ് വെച്ച് ലേസർ വെച്ചിട്ടാണ്. ഇതാണെങ്കിൽ ടെല്ലുറോമീറ്റർ ആണെങ്കിൽ വളരെ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. ടെല്ലുറോമീറ്റർ ആണെങ്കിൽ നമ്മളൊരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ആണ്. ആൻഡ് അപ് ടു 30 മൈൽസ് വരെ നമുക്കതിൽ ചെയ്യാൻ പറ്റും. അപ് ടു 30 മൈൽസ് വരെ റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് ടെല്ലുറോമീറ്ററിൽ ചെയ്യുന്നത്. ആൻഡ് ടെലിസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നിഫിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്, ഡിസ്റ്റൻറ്റിലെ ഒബ്ജക്റ്റ് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്സ്റ്റന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേ എങ്കിൽ ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഇൻഎക്സസിബിൾ പോയിന്റ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സോ ഇൻഎക്സസിബിൾ പോയിന്റ്സ് നമ്മൾ മെത്തേഡ് ഓഫ് ഇന്റർസെക്ഷൻ വഴിയാണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് മെത്തേഡ് ഓഫ് ഇന്റർപോളേഷൻ, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് റേഡിയേഷൻ, മെത്തേഡ് ഓഫ് ട്രാവേഴ്സിംഗ് ഒക്കെ എന്താണെന്ന് നോക്കാം. റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ടേബിൾ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് വാരിയസ് പോയിന്റ്സിലേക്ക് ലൊക്കേറ്റ് ചെയ്യാണ്. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ടേബിൾ കോമ്പസിന്റെ തിയോഡലൈറ്റിന്റെ ഒക്കെ പോലെ പ്ലെയിൻ ടേബിൾ ഇങ്ങനെ ഓരോരോ പോയിന്റ്സിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും.
ഓക്കെ, അതാണ് ട്രാവേഴ്സിങ്. അപ്പോൾ റേഡിയേഷനിൽ ഒരു പോയിന്റിൽ പ്ലെയിൻ ടേബിൾ വെച്ചിട്ട് എല്ലാ പോയിന്റിലേക്കും റേഡിയൻസ് വരയ്ക്കാണ്. ട്രാവേഴ്സിങ്ങിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ മൂവ് ചെയ്യും. ആൻഡ് ഇന്റർസെക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ദ പ്ലെയിൻ ടേബിൾ ഈസ് ഷിഫ്റ്റഡ് ടു എ നോൺ ഡിസ്റ്റൻസ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് നോൺ ഡിസ്റ്റൻസിലേക്ക്, അറിയുന്ന ഡിസ്റ്റൻസിലേക്ക് നമ്മൾ പ്ലെയിൻ ടേബിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ റിസെക്ഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് പ്ലെയിൻ ടേബിൾ ഇസ് അൺനോൺ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ സൈറ്റിംഗ് ഇസ് നോൺ പോയിന്റ് ഓർ പ്ലോട്ടഡ് പോയിന്റ്സ്. പ്ലോട്ടഡ് പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലെയിൻ ടേബിളിന്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഎക്സസിബിൾ പോയിന്റ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് മെത്തേഡ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mean sea level is established after analyzing tidal fluctuation over a period of ഒരു 19 years ആണ് ആൻസർ വരുന്നത്. അപ്പോൾ 19 ഇയേഴ്സിൽ അതിൻ്റെ ഒരു സീ ലെവലിൻ്റെ ഫ്ലക്ച്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മീൻ സീ ലെവൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ലെസണിലുള്ളത്. വളരെ ചെറിയൊരു ലെസണാണ്, എന്നാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ PSCക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.